അപ്പൊ ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ ഞാൻ ഒറ്റ വീഡിയോ ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ചുറ്റിലും നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇന്നലെ ചെറിയൊരു പരിഭവമൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ വീഡിയോസ് ഇടാത്തതുകൊണ്ട് ആരും എന്നെ കുറിച്ചൊന്നും അന്വേഷിച്ചില്ലാന്ന്. ആ പരിഭവം ഇന്നലെ ആ ഒരു വീഡിയോ ഇട്ടതോട് കൂടി തീർന്നിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒരുപാട് ആളുകൾ, എന്നെ പരിചയമുള്ളവരും ഇല്ലാത്തവരും നമ്മളെ വീഡിയോസ് കാണുന്ന ഒരുപാട് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറ്റിയെന്ന് വെച്ചിട്ട്. അപ്പൊ അവരൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. എന്താ വെച്ചാൽ അത്രത്തോളം ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലോ അല്ലെ. നമുക്ക് എന്തെങ്കിലും ഒന്ന് പറ്റുമ്പോഴാണ് നമുക്ക് മനസ്സിലാവില്ലേ നമ്മളെ കൂടെ ഇത്തിരി ആളുകൾ ഉണ്ടോന്നൊക്കെ. എന്തായാലും അൽഹംദുലില്ലാ നല്ല സന്തോഷം. വിളിച്ച ആളുകളൊക്കെ ഞാൻ അങ്ങോട്ട് സമാധാനപ്പെടുത്തുക ചെയ്തത്. അവരെനിക്ക് സമാധാനം തരാൻ വേണ്ടിയാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിലും ഞാൻ അവരെ സമാധാനപ്പെടുത്തി. കാരണം എന്താ വെച്ചാൽ ഇതിൽ എനിക്ക് ഒന്നും പറ്റിയിട്ടില്ല. എപ്പോഴും എനിക്ക് തോന്നണം ഇങ്ങനെ തലമ്മല ആ സ്റ്റിച്ച് ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നണില്ല. കാരണം ആ വന്നത് ഒരു സ്റ്റിച്ചിന് വേണ്ടിയുള്ള വരവല്ല അത് വന്നത്. എന്തോ ഒരു വലിയൊരു തല പൊട്ടിത്തെറുക്കാൻ മാത്രം രീതിയിലാണ് ആ വരവ് വന്നിട്ടുള്ളത്. അങ്ങനത്തെ എനിക്ക് ചെറിയ 2-3 സ്റ്റിച്ചില് കഴിച്ചിലായല്ലോ. നിൽക്കുന്നവരൊക്കെ ഞാൻ സമാധാനപ്പെടുത്തി, ഒന്നുമില്ലാന്ന്. പിന്നെ എന്താ സാധനം വീണത്, എവിടുന്നാ വീണത് എന്ന് പറയുമ്പോഴാണ് ചെറിയൊരു ഷോക്ക് ആവുന്നത്. എന്തായാലും അത് അങ്ങനെയാണ് കഴിഞ്ഞു. അപ്പൊ ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. അപ്പോ ഇതൊക്കെ ഒന്ന് മാറ്റി കെട്ടി അവര്. അപ്പൊ കുറച്ച് ഉണക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനി 2 ദിവസം കഴിഞ്ഞിട്ടൊന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഡോക്ടറെ കാണിച്ചതിന് ശേഷം പറയായിക്കാരം സ്റ്റിച്ച് എടുക്കാൻ അയക്കണോന്നൊക്കെ. അപ്പൊ ഇന്നലെ കുറച്ചു നേരം എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. എന്താ വെച്ചാല് ആ അവരെ ഒട്ടിക്കുന്ന സാധനം ഉണ്ടല്ലോ നമ്മുടെ മുടിമലും കൂടി വരുന്നോണ്ടേ ഇച്ചെടുക്കുമ്പോൾ കുറച്ച് വേദന ഉണ്ട്. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം തലയിൽ അങ്ങനെ ആ ഒട്ടിക്കുന്ന സാധനമല്ലേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നലെ ഇങ്ങനെ പറിച്ചെടുത്തപ്പോൾ കുറച്ച് വേദന ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് വെച്ചപ്പോൾ ഇങ്ങോട്ടൊക്കെ നീട്ടി വെച്ചിരുന്നു. ഇപ്പൊ രണ്ടാമത് അവര് മാറ്റി കെട്ടിയപ്പോൾ അങ്ങനെ ചെറുതാക്കി വെച്ചിട്ടുള്ളൂ. കാരണം പറിച്ചെടുക്കാൻ പ്രയാസമല്ലേ എന്ന് വിചാരിച്ചിട്ട്. മെഡിസിന് പിന്നെ 3 ദിവസം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ മെഡിസിൻ ഒന്നും ഇല്ല. അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ തല വല്ലാതെ ഇളകലില്ല, റെസ്റ്റാണ്. പിന്നെ കാര്യമായിട്ടുള്ള ഭാരമുള്ള ജോലികളൊന്നും എടുക്കലില്ല. പിന്നെ കുട്ടികളെ കാര്യങ്ങളും മറ്റും ഇങ്ങനെ അവിടെ നിന്നിട്ട് വല്ലാതെ തല ഇളകാതെ ഇങ്ങനെ ചെയ്യും. മേലെ മാത്രം കഴുകിയിട്ടുള്ളൂ. തല വേണമെങ്കിൽ ഇങ്ങനെ നനച്ച് തോർത്തിയെടുക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. കാരണം നനഞ്ഞു കഴിഞ്ഞ് ഇനി വലിയ പഴുപ്പോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അധികം 2 ദിവസം കഴിഞ്ഞ് സ്റ്റിച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും കുളിക്കാലോ. അപ്പൊ കുളിച്ചിട്ടില്ല. സാധാരണ ഞാൻ ഇവിടുന്ന് ഇപ്പൊ വീട്ടിൽ നിന്ന് ഉമ്മ പറയുന്നുണ്ട് 2-3 നേരമൊക്കെ കുളിക്കണ ആളാണ്. ഇപ്പൊ കുളിക്കാൻ വന്നപ്പോ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത. അതൊന്നും സാരമില്ല. കുളിക്കാൻ ഇപ്പൊ നമ്മള് എത്രയോ ദിവസം കുളിക്കാൻ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ. ഓരോ അസുഖം വരുമ്പോ നമ്മള് അപ്പൊ അതിനനുസരിച്ച് അങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോകും. അതായത് നമുക്ക് ചിലപ്പോൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഒക്കെ വരാറുണ്ടല്ലോ. ഞാൻ ഇന്നലെ ആ വീഡിയോ ഇട്ടത് മുതൽ ഇപ്പൊ വരെ എന്നെ കോള് ചെയ്തവരുണ്ട് എന്താ പറ്റിന്ന് ചോദിച്ചിട്ടിട്ട്. അപ്പൊ ആ ഒരു വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. ആ വിളിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നൂലേ നമ്മളെ മനസ്സിൽ ഇത്രയും ആളുകൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹിക്കുന്ന ആളുകളായിരിക്കുമല്ലോ നമ്മളെ വിളിച്ചിട്ടുണ്ടാവുക, മെസ്സേജ് ഇട്ടിട്ടുണ്ടാവുക. അപ്പൊ ആ സന്തോഷം ഒന്നും കൂടി നിങ്ങളോട് പങ്കിടാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാനിപ്പോ നമ്മളെ ബെഡ്റൂമിൽ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഈ റൂമൊക്കെ കയറുമ്പോൾ തന്നെ ഇപ്പൊ എന്തോ ഒരു പേടിയാണ്. കാരണം ഞാൻ കയറുമ്പോൾ തന്നെ ആദ്യം നോക്കുന്നത് ആ പ്രൊജക്ടർ വെച്ച സ്റ്റാൻഡ് മക്കളാണ്. പിന്നെ നേരെ മുന്നിലിരിക്കുന്ന ആ സ്റ്റാൻഡാണ് കേട്ടോ. കാരണം എന്താ വെച്ചാല് ആ മനസ്സിന്ന് ഇപ്പോഴും ഉണ്ടല്ലോ ആ ഒരു പേടി പോയിട്ടില്ല. ആ വീണ ആ ഒരു ഷോക്ക് ഉണ്ടല്ലോ അത് ഇപ്പോഴും ഒരു മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. അത് മാത്രമല്ല, ഞാൻ റൂമിൽ വന്നാൽ പിന്നെ കിടക്കുന്നതിന് മുമ്പ് നല്ലോണം പരിശോധിച്ചിട്ടേ കിടക്കുള്ളൂ. എന്താ വെച്ചാല് അന്ന് എന്താ പറ്റിയ ഇത് നമ്മൾ സാധാരണ അങ്ങനെ ഇപ്പോൾ അവിടെ വീഴാനൊരു ചാൻസ് ഇല്ലല്ലോ. അതവിടെ ഫിക്സ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ആരും തൊടുന്ന ഒന്നും ചെയ്യണില്ല. ഇതെങ്ങനെ വീഴൂല എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ആ ഭാഗത്തേക്ക് നോക്കാൻ. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല ഒന്നും സംഭവിക്കുന്നത് അല്ലേ. നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളാണ് ചിലപ്പോൾ സംഭവിച്ചു പോകുന്നത്. അങ്ങനെ എന്തായാലും ഞാൻ വീണ്ടും വീണ്ടും പറയണം അൽഹംദുലില്ലാ. എനിക്ക് എത്ര ശുക്ർ ചെയ്താലും മതിയാവില്ല. അതെനിക്ക് എന്താ പറയുക എൻ്റെ മനസ്സിൽ നിന്ന് പോവാത്തൊരു സംഭവമാണ്. കേൾക്കുന്ന നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നുന്നുണ്ടാവില്ലേ. ഇതുവരെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്കിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് പോവാം. അപ്പൊ നിന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ നമുക്ക് പറ്റുള്ളൂ. സ്കിറ്റൊക്കെ ചെയ്യാൻ കുറച്ച് പ്രയാസം തന്നെയാണ്. അപ്പൊ മുറിവൊക്കെ ഉണങ്ങട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല സ്കിറ്റായിട്ടൊക്കെ വരും. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന്